ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഭാവിയെപ്പറ്റി വലിയ സ്വപ്നങ്ങൾ കാണുന്നവരിലും ആത്മവിശ്വാസത്തിൻ്റെ ചിറകിലേറി ദൈവമേൽപ്പിച്ച നിയോഗത്തിൻ്റെ നീലാകാശത്ത് പ്രത്യാശയുടെ ചിറക് വിരിച്ച് പറക്കുന്നവരിലുമൊക്കെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവനിയോഗങ്ങൾക്ക് മുമ്പിലെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ സ്വന്തം പരിമിതികളും അപകട സാധ്യതകളുമൊക്കെ വിലയിരുത്തി അനേകർ പിന്മാറാറുണ്ട്. എന്നാൽ ദൈവം അനുകൂലമാണെങ്കിൽ ആർക്കാണ് പ്രതികൂലമാകാൻ കഴിയുക എന്ന ആത്മവിശ്വാസത്തോടെ മനസ്സുറപ്പിച്ച് സധൈര്യം പ്രതികൂലതകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസധീരരും നമുക്കിടയിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അത്തരത്തിലൊരാളായിരുന്നു. പൊക്കത്തിൽ കുറവും കാഴ്ചശക്തിയുടെ പ്രതിസന്ധികളും ജഡത്തിൽ മുള്ളുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ പൗലോസ് നിസ്സംശയം ലോകത്തോട് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഫിലിപ്പിയ ലേഖനം 4:13. യഹൂദ മതനേതൃത്വവും റോമാക്കാരും പുറജാതികൾക്കിടയിലെ മന്ത്രവാദിനികളുമൊക്കെ പൗലോസിൻ്റെ ശത്രുക്കളും രക്തദാഹികളുമായി അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അദ്ദേഹം വളരെ നിർഭയനായിട്ടാണ് നേരിട്ടത്. നമുക്ക് ദൈവം അനുകൂലമാണെങ്കിൽ ആർക്ക് പ്രതികൂലമാകാൻ കഴിയും എന്ന വലിയ ആത്മീയ യുക്തിയുടെ ബലത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. റോമാലേഖനം 8:31. പ്രസംഗചാതുരിയിലും വൈകാരിക പ്രകടനങ്ങളിലുമൊക്കെ വളരെ പരിമിതികളുണ്ടായിരുന്ന പൗലോസ് തെല്ലും അപകർഷതാബോധമില്ലാതെ സ്വയം വെളിപ്പെടുത്തി. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. 1 കൊരിന്ത്യർ 2. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ ഉറച്ചു വിശ്വസിച്ചപ്പോൾ പ്രതികൂലതകളൊക്കെ അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ മുന്നേറ്റങ്ങൾക്ക് മുമ്പിൽ നിന്ന് വഴിമാറിക്കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സുഹൃത്തുക്കളെ, കുട്ടികളെ, യുവാക്കളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി സ്വന്തം പരിമിതികളെ ഓർത്ത് നിരാശപ്പെട്ട് അപകർഷതാബോധത്തോടെ പിന്മാറുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ജീവിതത്തിലെ 1-2 തോൽവിയുടെ പേരിലും ക്രിസ്തീയ മനസ്സാക്ഷിയില്ലാത്തവരുടെ വിമർശനത്തിൻ്റെ പേരിലും നിഷ്ക്രിയരായി
കർട്ടന് പിന്നിൽ ഒളിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിത സമീപനത്തിൽ ഒരു മാറ്റം തീർച്ചയായും ആവശ്യമാണ്. സ്വന്തം കഴിവിലും സമ്പാദ്യത്തിലും മാത്രമായിരിക്കരുത് നമ്മുടെ ആത്മവിശ്വാസം. ആശ്രയവും അടിസ്ഥാനവും എപ്പോഴും ദൈവത്തിൽ മാത്രമായിരിക്കണം. ഈ പുതിയ വർഷത്തിലും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കടന്നു വന്നേക്കാം. സർവശക്തൻ്റെ ശക്തിയുള്ള കരങ്ങൾ നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണം. നിങ്ങളുടെ ഈ വർഷത്തെ പദ്ധതികളെ തകർക്കാനും നിങ്ങളെടുക്കുന്ന നല്ല തീരുമാനങ്ങളെ പരാജയപ്പെടുത്താനും കഴിഞ്ഞ കാലത്തെ പരാജയങ്ങൾക്ക് കഴിയില്ലെന്ന സത്യം നമ്മൾ ഓർക്കണം. കഴിഞ്ഞത് കഴിഞ്ഞുപോയി. അതിലെ ദുരന്താനുഭവങ്ങളുടെ മുറിവുകളും വേദനകളും എന്നും ചുമന്നുകൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യവുമില്ല. മനസ്സിനേറ്റ മുറിവുകളുടെ അടയാളങ്ങളെ നിത്യസ്മാരകങ്ങളായി സൂക്ഷിക്കരുത്. വിഗ്രഹങ്ങളായി അവയെ ആരാധിക്കുകയും ചെയ്യരുത്. ഇനി വരാനുള്ള പുതിയ ദിവസങ്ങളിലെ പുത്തൻ അനുഭവങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ദൈവശക്തിയും പ്രോവിഡൻസും പരിശുദ്ധാത്മ ചൈതന്യവും കാവൽ മാലാഖമാരുടെ സാന്നിധ്യവുമൊക്കെ നമുക്ക് കൂടെയുള്ളപ്പോൾ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. സ്വയം തോൽപ്പിക്കാതിരുന്നാൽ മതി. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഹൃദയം ഉറപ്പിക്കണം. സംശയിക്കാതെ വിശ്വസിക്കണം. ഭീരുവായ മനസ്സ് പറയുന്ന നിഷേധ ചിന്തകളെ മൈൻഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ പഠിക്കണം. ആകുല ചിന്തകളും യുക്തിരഹിതമായ അപകട സാധ്യതകളുമൊക്കെ പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്തുന്ന മനസ്സിനെ ശാസിച്ച് ശാന്തമാക്കാൻ നമ്മുടെ കർത്താവിനോട് നമ്മൾ പറയണം. പടകിൽ ശിഷ്യന്മാർ ഉറക്കെ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയവനല്ലേ നമ്മുടെ കർത്താവ്. നിഷേധശക്തികൾക്ക് നേരെ ആത്മീയ പ്രതിരോധങ്ങളും ഭാവിയെപ്പറ്റി നൂതന സ്വപ്നങ്ങളും വിപുല പദ്ധതികളുമായി നിർഭയരായി നമുക്ക് ഈ പുതുവർഷത്തിൽ ചുവടുവയ്ക്കാം. അബ്രഹാം, ഗിദയോൻ, ദാവീദ് തുടങ്ങിയവരെ പോലുള്ള അമേസിംഗ് ഡ്രീമേഴ്സിനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് പ്രായവും മനോശാരീരിക പരിമിതികളൊന്നും പ്രശ്നമല്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവരെക്കൊണ്ട് വലിയവനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കും.
മനസ്സിൻ്റെ കാൻവാസിൽ മെഗാ ഡ്രീംസ് കാണുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ട ദൈവത്തെക്കാൾ വലിയ ദൈവത്തെ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും. കിട്ടിയ ഒരു താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്ത് റിസ്ക് എടുക്കാൻ തയ്യാറില്ലാതെ മണ്ണിൽ കുഴിച്ചിട്ട് നിഷ്ക്രിയനായിരുന്ന ക്രിസ്തുവിൻ്റെ ഉപമയിലെ മടിയനെ കൊണ്ട് കുടുംബത്തിനും ലോകത്തിനും ദൈവത്തിനും യാതൊരു പ്രയോജനവുമില്ല. ദൈവം നൽകിയ താലന്തുകളും അവസരങ്ങളും നിയോഗങ്ങളുമൊക്കെ പരിപോഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. നമ്മൾ നല്ല കാര്യവിചാരകരാകുന്നത്. അപ്പോഴാണ് അധികത്തിൽ കാര്യവിചാരകത്വം നൽകിക്കൊണ്ട് ദൈവം നമുക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ തരുന്നത്. എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ക്രിസ്തുവിൻ്റെ ബലവത്തായ ആത്മാവിനെയാണ്. ദാനമായി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, സ്വന്തമായ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നിർവീര്യമാക്കരുത്. അതിൻ്റെ അത്ഭുത ശക്തി കുറച്ച് കാണരുത്, തിരിച്ചറിയാതെ പോകരുത്. ജയിക്കാനായി ജനിച്ചവരാണ് നമ്മൾ. ദൈവം നല്ലതെന്ന് സർട്ടിഫൈ ചെയ്ത അമൂല്യ സൃഷ്ടികളാണ് നമ്മൾ. ചിലപ്പോൾ ജീവിതത്തിൽ ചില പരാജയങ്ങളും വീഴ്ചകളുമൊക്കെ സംഭവിച്ചു പോയേക്കാം. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സർവശക്തൻ്റെ കരങ്ങൾ അപ്പോഴൊക്കെ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. തിരുവചനം പറയുന്നത് പോലെ നീതിമാൻ വീണാലും നിലം പരിശാകില്ല. ദൈവം അവളെ എഴുന്നേൽപ്പിക്കും. 2021 മനസ്സിൻ്റെ പ്രവാസ ഇരുട്ടറയിൽ നിന്ന് അജയ്യരായി ഉയർത്തെഴുന്നേൽക്കുന്ന വർഷമാകട്ടെ. കഴിഞ്ഞ വർഷത്തിൻ്റെ സഹനങ്ങളും ഭീതിയും കഷ്ടപ്പാടുകളുമൊക്കെ കർത്തൃസന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പ്രതികൂലതയുടെ ഓളങ്ങൾ മുറിച്ച് ദൈവമേൽപ്പിച്ച നിയോഗങ്ങളുമായി പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് മുന്നേറാം. പിൻപറ്റുന്ന ലഹരി, കുറ്റബോധം, വിദ്വേഷം, പ്രതികാരദാഹം തുടങ്ങിയ പാപഭാരങ്ങൾ ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ഇറക്കി വെച്ച് നിത്യതയെ ലക്ഷ്യമാക്കി നമ്മുടെ ഓട്ടം നമുക്ക് തുടരാം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക.
ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനങ്ങൾ 27. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.